അവൻ അപ്പോൾ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. ആരോടും പറയാനാവാത്ത എന്തൊക്കെയോ വിഷമങ്ങൾ അവൾക്കുള്ളതായി അവന് തോന്നി. എന്താ പേര്? അവൻ ഒന്നുകൂടെ ചോദിച്ചു. അനു അപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് നന്നായി ഒന്ന് നോക്കി. സ്നേഹത്തോടെയും സഹതാപത്തോടെയുമുള്ള ഒരു നോട്ടമായിരുന്നു അത്. എങ്കിലും അവൾ പേര് പറയാതെ നോക്കി നിന്നപ്പോൾ അവൻ ചിരിക്കുകയാണുണ്ടായത്. പറയാൻ മടിയാണെങ്കിൽ വേണ്ട, അവൻ പറഞ്ഞു. ഏയ്, മടിയായിട്ടൊന്നുമല്ല. അവൾ അത് പറഞ്ഞ് അവളുടെ കാലിലേക്ക് നോക്കി. ഇത് വാങ്ങിത്തന്നതെന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നാലും വാങ്ങിത്തരാനുള്ള മനസ്സുണ്ടായല്ലോ. എൻ്റെ പേര് അനുപമ, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എങ്കിൽ അനുപമ ചെല്ല്, ക്ലാസ് തുടങ്ങാനായില്ലേ. ചെരുപ്പ് വാങ്ങി തന്നതോർത്ത് മറ്റൊന്നും കരുതേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ തന്നെയാണ് അനുപമയിൽ കണ്ടത്. എന്തായാലും തനിക്കിതൊരു അത്യാവശ്യ കാര്യമായിരുന്നില്ലേ. ഞാൻ വാങ്ങിച്ചു തന്നത് വെറുതെ ആയിട്ടില്ലല്ലോ. അവൻ അവളെ നോക്കി ചിരിച്ചു. ഒരിക്കലുമില്ല, വലിയൊരു സഹായമായി. ആരും ചെയ്യാത്തൊരു സഹായം. ഒരുപാട് നന്ദിയുണ്ട്, അവൾ വീണ്ടും പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. താൻ ക്ലാസ്സിലേക്ക് ചെല്ല്. ഫൈനൽ ഇയർ ബികോം അല്ലേ, നന്നായിട്ട് പഠിക്കുക. ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം ശരിയാവും. ഒരു പുഞ്ചിരിയോടെ എല്ലാത്തിനെയും അങ്ങ് നേരിട്ടാൽ മതി. ആ പുഞ്ചിരി നമ്മുടെ ചുണ്ടിലുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തളർത്താൻ കഴിയില്ല. ഒന്നിനും തളർത്താൻ കഴിയില്ല. തൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ വിഷമം ഉള്ളിലുള്ള ആളാണെന്ന്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നു, എല്ലാം ശരിയാവും. പറയാനും ആശ്വസിപ്പിക്കാനുമുള്ള യോഗ്യത എനിക്ക് ഉണ്ടായിട്ടല്ല. പക്ഷേ ഞാനും ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. ഒക്കെ ശരിയാകും. സന്തോഷത്തോടെ പോയിക്കോളൂ. അവൻ അത് പറഞ്ഞപ്പോൾ അനുപമ ഒരു നിമിഷം കണ്ണെടുക്കാതെ ആ ചെറുപ്പക്കാരനെ തന്നെ നോക്കി. ശേഷം മെല്ലെ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും നടന്നു. അവൾ കോളേജിനുള്ളിലേക്ക് കയറുന്നത് അവൻ അവിടെ നിന്നും നോക്കിക്കണ്ടു. ഗേറ്റ് കടന്നുള്ളിലേക്ക് പോകുമ്പോൾ അനുപമ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. വലിയ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി അവനോട് പുഞ്ചിരിച്ചു. അവനും അവിടെ സ്റ്റാൻഡായി നിന്ന് അവളെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൾ കോളേജിനകത്തേക്ക് കയറി. ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴും അനുപമയുടെ മനസ്സ് മുഴുവൻ അവൻ തന്നെയായിരുന്നു. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ ആരുടെയും സ്നേഹം കിട്ടാതെ വളർന്ന അവൾക്ക് ഏതോ ഒരു അപരിചിതൻ നൽകിയ സമ്മാനം. ശരിക്കു പറഞ്ഞാൽ അറിഞ്ഞു സഹായിച്ച പോലെ. ഈ പഴകിയ ചെരുപ്പും കൊണ്ട് താൻ നടക്കാൻ തുടങ്ങിയിട്ട് മാസം കുറച്ചായി. ഇന്ന് പൊട്ടുമോ നാളെ പൊട്ടുമോ എന്നറിയാത്ത രീതിയിൽ ഒപ്പിച്ച നടത്തമായിരുന്നു. വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരില്ല. എത്രയെന്ന് വെച്ചാ അയൽവാസികളോടെല്ലാം സഹായം ചോദിക്കുക. കുഞ്ഞായിരുന്നപ്പോൾ മറ്റു കുട്ടികളുടെ കാലിലേക്കും ഡ്രസ്സിലേക്കുമെല്ലാം നോക്കി ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എന്നാൽ വളർന്നപ്പോൾ അപകർഷതാബോധവും നാണക്കേടും കാരണം ആ കൊതിയൊക്കെ അങ്ങ് ഒതുക്കി വെക്കും. ആരെങ്കിലും സഹായിച്ചാൽ ആ സഹായം ഏറ്റുവാങ്ങുമെന്നല്ലാതെ അടുത്ത സുഹൃത്തുക്കളോട് പോലും തൻ്റെ ഒരാവശ്യം പറഞ്ഞ് ഒന്നും ചോദിക്കാറില്ല. ശരിക്കു പറഞ്ഞാൽ ഇന്ന് ഈ ചെരുപ്പ് ആ ആള് വാങ്ങി തന്നില്ലായിരുന്നെങ്കിൽ നാളെ മുതൽ ഒരുപക്ഷെ തനിക്ക് ക്ലാസ്സിൽ വരുമ്പോൾ ഇടാൻ ചെരുപ്പുണ്ടാകുമായിരുന്നില്ല. ക്ലാസ്സിലെത്തി സാർ ക്ലാസ് എടുത്തിരിക്കുമ്പോഴും അനുപമ ഡെസ്കിനടിയിലെ അവളുടെ കാലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ആ ചെരുപ്പിലേക്ക് നോക്കുമ്പോഴൊക്കെയും അവൾക്ക് അവൻ്റെ മുഖമായിരുന്നു തെളിഞ്ഞത്. ആവശ്യപ്പെടാതെ ചോദിക്കാതെ ഇറങ്ങി വന്ന് കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി ഇത്രയും വില കൊടുത്ത് ചെരുപ്പ് വാങ്ങി തന്നിരിക്കുന്നു. എന്തോ വലിയൊരു സ്നേഹവും സഹതാപവും ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിലുള്ളതായി അവൾക്ക് തോന്നി. സ്നേഹത്തോടെ അവൾ അവൻ്റെ മുഖം മനസ്സിലോർത്തു. അനു, പുതിയ ചെരുപ്പ് വാങ്ങിച്ചോ? അവളുടെ പ്രിയ കൂട്ടുകാരിയായ ശ്രീവിദ്യ ചോദിച്ചപ്പോൾ അനുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. കൊള്ളാലോടാ, നല്ല ബ്രാൻഡഡ് ചെരുപ്പാണല്ലോ. ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോൾ ശ്രീവിദ്യ അവളുടെ കാലിലേക്ക് നോക്കി. വാങ്ങിച്ചു, അനു ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് നല്ല വിലയുള്ളതാണല്ലോ. ആരാ വാങ്ങി തന്നത്? ശ്രീവിദ്യ അവളുടെ കാലിലേക്ക് നോക്കി. അതൊക്കെ വാങ്ങി തന്നു. കൊള്ളാമല്ലേ? അനു സന്തോഷത്തിലായിരുന്നു. പിന്നെ 1000 രൂപയോളം വിലയില്ലേ ഇതിന്? ഞാൻ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ ഇത് കണ്ടുവച്ചിരുന്നു. പുതിയ മോഡലാ, ശ്രീവിദ്യ അനുവിനോട് പറഞ്ഞു. അതെ, പുതിയ മോഡലാ, ഫാൻസിയിലെ ചേച്ചി പറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് ഈ പുതിയ ചെരുപ്പ് വാങ്ങാൻ അച്ഛൻ ക്യാഷ് തന്നോ? എന്തായാലും കോളടിച്ചല്ലോ മോളെ, ശ്രീവിദ്യ അനുവിനോട് പറഞ്ഞപ്പോൾ അനുവിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം കാണാനുണ്ടായിരുന്നു.
അച്ഛൻ ക്യാഷ് തന്നതൊന്നുമല്ലടി. രക്തബന്ധത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യപ്പറ്റുള്ള ഒരാൾ വാങ്ങി തന്നതാ. അതാരാ അങ്ങനെ ഒരാള്? നീ ഇതുവരെ അങ്ങനെ ഒരാളെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ശ്രീവിദ്യ അനുവിനെ ഒന്ന് കള്ളക്കണ്ണിട്ട് നോക്കി. അങ്ങനെ ഒരാളുണ്ട്, ഞാൻ ഇന്ന് കണ്ടു. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ആ മുഖം ഓർക്കുമ്പോൾ വല്ലാതെ സന്തോഷം തോന്നുന്നു, മനസമാധാനം തോന്നുന്നു. അനു മനസ്സിൽ അവൻ്റെ മുഖം ഓർത്തെടുത്ത് ചിരിക്കുകയായിരുന്നു. അന്ന് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തി അവൾ പണിയെല്ലാം വേഗത്തിൽ ഒതുക്കുകയായിരുന്നു. അപ്പോഴേക്കും അയൽവാസിയായ രാഗിണിയേട്ടത്തിയും കൂട്ടുകാരിയായ സ്മൃതിയും ഗാനമേളയ്ക്ക് പോകാനായി അനുവിനെ വിളിക്കാൻ അവളുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ കണ്ട ഉത്സവപ്പറമ്പ് നിറങ്ങാനൊന്നും അവളില്ല, അവൾക്ക് ഇവിടെ പിടിപ്പത് പണിയുണ്ട്. ഉമ്മറത്ത് നിന്ന് ചെറിയമ്മ ഒച്ചയെടുക്കുന്നത് അവൾക്ക് അടുക്കളയിലേക്ക് കേൾക്കാമായിരുന്നു. എന്തു പണി? രാത്രിയിലേക്കുള്ള പണിയൊക്കെ കഴിഞ്ഞില്ലേ? വരാമെന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഗിണിയേട്ടത്തി ചെറിയമ്മയോട് പറഞ്ഞു. അവൾ അങ്ങനെയൊക്കെ പറയും. മീൻകൂട്ടാൻ വെക്കാനും പാത്രം കഴുകാനും രാവിലത്തേക്കുള്ള അരി അരയ്ക്കാനും ഒക്കെ കിടപ്പുണ്ട് അടുക്കളയിൽ. എനിക്കാണെങ്കിൽ തലയും കാലും വേദനിച്ചിട്ട് മേല. എന്തായാലും അവൾ ഗാനമേളക്ക് വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ, ചെറിയമ്മ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല, ഞങ്ങൾ അനുവിനെ കൂടി കൊണ്ടേ പോകൂ. അവളുടെ പണി കഴിയട്ടെ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എന്നിട്ട് അവളെ കൂട്ടി പോകുന്നതിൽ രാജിച്ചെറിയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സ്മൃതി അവരോട് ചോദിച്ചു. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കൂടെ? വെറുതെ വീട്ടിലിരിക്കുന്ന പെണ്ണിനെ പിടിച്ച് കണ്ടെന്നിറങ്ങാൻ കൊണ്ടുപോകണോ? ഓരോരോ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ചെറിയമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പുതിയ ശീലമാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അനുവിനെയും കൊണ്ടേ പോകൂ. സ്മൃതി അത് പറഞ്ഞുകൊണ്ട് അനു എന്ന് വിളിച്ച് അകത്തേക്ക് കയറി. അല്ല, നിങ്ങൾ ക്ഷേത്രത്തിലേക്കോ ഗാനമേളക്കോ ഒന്നും വരുന്നില്ലേ? രാഗിണിയേട്ടത്തി ചെറിയമ്മയോട് ചോദിച്ചു. ഞങ്ങൾ പോകുന്നുണ്ട്, മൂപ്പര് വന്നിട്ട് ഒരുമിച്ച് പോകണം, ചെറിയമ്മ പറഞ്ഞു. അത് ശരി, അപ്പോൾ അനുവിന് മാത്രമേ പുറത്തിറങ്ങാൻ നിഷിദ്ധമുള്ളൂ അല്ലേ? രാഗിണിയേട്ടത്തി ചെറിയമ്മയോട് മുഖം ചുളിച്ചു. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ ചെറിയമ്മ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി. ഭക്ഷണം കൊടുക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും ഒക്കെ ഞങ്ങളാ. എന്നാലും അവളുടെ കാര്യത്തിൽ നാട്ടുകാർക്കും അയൽവാസികൾക്കും എന്താ ശുഷ്കാന്തി. എല്ലാവരും വരും തലയിടാനും ആഗ്രഹം നടത്തി കൊടുക്കാനും. ഡി അനു, മര്യാദക്കുള്ള പണിയൊക്കെ തീർത്തു വെച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ട് നീ ഇവരുടെ കൂടെ എങ്ങാനും പോയാൽ വന്നു കയറിയാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. ചെറിയമ്മ അടുക്കളയിൽ വന്ന് ദേഷ്യപ്പെടുമ്പോൾ അവൾക്കരികിൽ സ്മൃതിയും ഉണ്ടായിരുന്നു. എന്തൊരു തള്ളയാടി ഇത്? ചെറിയമ്മ അപ്പുറത്തേക്ക് പോയപ്പോൾ സ്മൃതി അനുവിനോട് ചോദിച്ചു. ഇതൊക്കെ എത്രയോ ചെറുതല്ലേ മോളെ, നീ മിണ്ടണ്ട. എന്തായാലും പോകാൻ അനുവാദം തന്നല്ലോ, ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, ഞാൻ ചെന്ന് മാറ്റാം. അനു സന്തോഷത്തിലായിരുന്നു. അടുക്കളയിലെ ജോലി പെട്ടെന്ന് തീർത്ത് അനു ഡ്രസ്സ് മാറി മുടി ചീകി ഒരു കുഞ്ഞു പൊട്ടും വെച്ച് സുന്ദരിയായി അവൾക്കൊപ്പം പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അനുവിൻ്റെ കാലിലെ ആ ചെരുപ്പ് സ്മൃതി ശ്രദ്ധിച്ചത്. നീ പുതിയ ചെരുപ്പ് വാങ്ങിച്ചോ? സ്മൃതി അനുവിനോട് ചോദിച്ചു. വാങ്ങി, ഒരാൾ വാങ്ങി തന്നതാ, അനു പറഞ്ഞു. അതാരാ? സ്മൃതിക്ക് അത് കേട്ടപ്പോൾ അതിശയം തോന്നി. അതൊക്കെയുണ്ട്, ഞാൻ പോകുന്ന വഴിക്ക് നിനക്ക് പറഞ്ഞു തരാം. എന്താ മോളെ, വല്ല ലൈനും കൊളുത്തിയോ? സ്മൃതി അവളെ നോക്കി. ഇതൊന്നുമല്ല, ഏതോ ഒരു പാവമാളാണ് വാങ്ങി തന്നത്, അവൾ പറഞ്ഞു. പാവമാണെന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ? സ്മൃതിക്കൊരു സംശയം തോന്നി. അങ്ങനെ ചോദിച്ചാ പെണ്ണല്ല, അനു പറഞ്ഞു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ആരാ മോളെ ആള്? കോളേജിലുള്ളതാണോ അല്ലെങ്കിൽ ടൗണിലുള്ളതോ? സ്മൃതി അനുവിനെ കളിയാക്കി. അതൊന്നുമല്ലടി, ഞാൻ പറയാം, അനു ചിരിച്ചു. ആരാണെങ്കിലും സാരമില്ല, നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെടി നരകത്തീന്ന്. എന്തിനാ വെറുതെ ഇവരുടെ ആട്ടും തുപ്പും കേട്ട് ഒരു ജോലിക്കാരിയെ പോലെ എന്നും ഇങ്ങനെ നരകിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടാൻ നോക്കനു. സ്മൃതിക്ക് അതുമാത്രമേ അവളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. അനുവിൻ്റെ മുഖത്തപ്പോൾ വല്ലാതെ വിഷമം വന്നു. ഇത് നീ വിചാരിക്കുന്ന പോലെ കാമുകനൊന്നുമല്ല വാങ്ങിച്ചു തന്നത്. ഏറെ വിഷമത്തിനിടയിലും നമുക്ക് സന്തോഷിക്കാൻ സ്നേഹത്തിൻ്റെ അംശമുള്ള ആരെയെങ്കിലും എവിടെ നിന്നെങ്കിലും കാണുമെന്ന് പറയില്ലേ? അതുപോലെ ആരാണ് എന്താണ് എന്നൊന്നും അറിയാത്ത ഏതോ ഒരാൾ. അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അനു സ്മൃതിക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് നടന്നത്. ക്ഷേത്രത്തിലെത്തുന്നതിൻ്റെ കുറേ ദൂരെയായി തന്നെ ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഗാനമേളയുടെ പാട്ടും ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. ചുറ്റിലും കച്ചവടക്കാർ നിറഞ്ഞു നിൽക്കുന്ന പാതയ്ക്ക് നടുവിലൂടെ സ്മൃതിക്കും രാഗിണിയേട്ടത്തിക്കുമൊപ്പം അനു നടന്നു.
ഗാനമേള സ്റ്റേജിന് മുൻപിൽ ചെന്ന് പാട്ട് കേട്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ അന്നെന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഒപ്പം ഏറെ വിഷമവും. മനസ്സിൽ രാവിലെ കണ്ട ചെറുപ്പക്കാരൻ്റെ മുഖമുള്ളതുകൊണ്ട് തന്നെ പാട്ട് കേട്ടിരുന്നതോ സമയം പോയതോ ഒന്നും അവൾ അറിഞ്ഞില്ല. ഏറെ നേരം കഴിഞ്ഞ് രാഗിണിയേട്ടത്തിക്കും സ്മൃതിക്കുമൊപ്പം തിരികെ പോരുമ്പോൾ അവർ ഒരു മാലയും വളയും വിൽക്കുന്ന കടയിലേക്ക് കയറി. മോളെ അനു, നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ, രാഗിണിയേട്ടത്തി അനുവിനോട് പറഞ്ഞു. അയ്യോ, എനിക്കൊന്നും വേണ്ട ഏട്ടത്തി, സ്മൃതി വാങ്ങിക്കോട്ടെ, അനു പറഞ്ഞു. അങ്ങനെ സ്മൃതി മാത്രം വാങ്ങണ്ട, നീയും സ്മൃതിയും എനിക്ക് ഒരുപോലെയാണ്. നമ്മൾ ഒരുമിച്ച് ഗാനമേളയ്ക്ക് വന്നതല്ലേ, തിരികെ പോകുമ്പോൾ അവൾക്ക് മാത്രം എങ്ങനെയാ വാങ്ങുന്നേ? കമ്മലോ മാലയോ എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം വാങ്ങിക്കോ മോളെ, രാഗിണിയേട്ടത്തി പറഞ്ഞപ്പോൾ അനു അവിടെ തൂക്കിയിട്ടിരുന്ന കമ്മലുകളിലേക്ക് മെല്ലെ ഒന്ന് കണ്ണോടിച്ചു. സ്മൃതി മാലയുടെ കൂട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനു തൊട്ടപ്പുറത്തുള്ള കമ്മലുകളിലേക്ക് നോക്കി. ഇതിനെത്രയാ ചേട്ടാ? അവിടെയുള്ള കടക്കാരനോട് അവൾ ചോദിച്ചു. 100 രൂപ, അയാൾ പറഞ്ഞു. അയ്യോ, അത്രയും വിലയുള്ളത് രാഗിണിയേട്ടത്തിയെ കൊണ്ട് വാങ്ങിക്കണ്ട എന്ന് കരുതി അവൾ അതിന് തൊട്ടപ്പുറത്തായുള്ള ചെറിയ കമ്മലുകളിലേക്ക് നോക്കി. അനൂട്ടി, കമ്മലുകൾക്കിടയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിറകിൽ നിന്ന് ആ വിളി അവൾ കേട്ടത്. അനു, അനുപമ, അനുമോളെ എന്നൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തുക്കളും അയൽവാസികളുമൊക്കെ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും അനൂട്ടി എന്ന വിളി ആദ്യമായിട്ടായിരുന്നു അവളുടെ കാതിൽ കേട്ടത്. ആ വിളി കേട്ടതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. തൊട്ടിപ്പുറത്തായി നിൽപ്പുണ്ടായിരുന്നു രാവിലെ കണ്ട ചെറുപ്പക്കാരൻ. അവനെ കണ്ടതും അനു പെട്ടെന്നൊന്ന് ഞെട്ടി. രാത്രിയിലെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ തിളക്കമുള്ള മുഖവും നല്ല ബ്രാൻഡഡ് ടീഷർട്ടും പാൻറ്റുമൊക്കെയായി കാണാൻ അതിസുന്ദരനായിരുന്നു അവൻ. പഴയ ഒരു ചുരിദാറാണ് ധരിച്ചതെങ്കിലും അനുവും കാണാൻ വളരെ നല്ലതായിരുന്നു. പെട്ടെന്ന് അവനെ കണ്ടതും അനുവിന് സന്തോഷമാണോ സങ്കടമാണോ വന്നത് എന്നറിയാത്ത പോലെ അവളുടെ കണ്ണുകൾ വിടർന്നു. ഒപ്പം അവനും അവളെ നോക്കി ചിരിച്ചു. ഇതെന്താ ഇവിടെ? വീട് ഇവിടെയാണോ? പെട്ടെന്ന് ചോദിക്കാനായി അതാണ് അനുവിന് നാവിൽ വന്നത്. ഏയ് അല്ല, ഞാൻ ടൗണിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തറവാട് ക്ഷേത്രമാണിത്. അവൻ വിളിച്ചിട്ട് വന്നതാ പ്രോഗ്രാം കാണാൻ, അവൻ പറഞ്ഞു. താനീ നാട്ടുകാരിയാണല്ലേ? അവൻ അപ്പോൾ അവളോട് ചോദിച്ചു. അതെ, ഇവിടെ അടുത്ത് തന്നെയാ വീട്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരി, ഞാൻ പെട്ടെന്ന് ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോൾ എവിടെയോ പരിചയമുണ്ടല്ലോ എന്ന് ഓർക്കുകയായിരുന്നു. പിന്നെ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ആളെ വ്യക്തമായത്. അവനപ്പോൾ അവൾ അറിയാതെ അവളുടെ കാലുകളിലേക്കൊന്ന് നോക്കി. അവൻ വാങ്ങിക്കൊടുത്ത ചെരുപ്പ് തന്നെയായിരുന്നു അവളുടെ കാലിൽ അപ്പോഴും. അത് കണ്ടപ്പോൾ അവനെന്തോ വല്ലാതെ സന്തോഷം തോന്നി. അവൻ അവളെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചു. ആരാ കൂടെ? അച്ഛൻ്റെയോ അമ്മയോടോ ഒപ്പമാണോ വന്നത്? അവൻ അവളെ നോക്കി. അല്ല, വീടിനടുത്തുള്ള ചേച്ചിയും കൂട്ടുകാരിയുമുണ്ട്. പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ, അവൾ അവനോട് ചോദിച്ചു. പേര് പറയാൻ താൻ പേര് ചോദിച്ചില്ലല്ലോ, അവൻ ചിരിച്ചു. അനുവും അപ്പോൾ ഒന്ന് ചിരിച്ചു. എൻ്റെ പേര് റോഷൻ, ആർമിയിലാ, ഇപ്പോൾ ലീവിന് വന്നതാ. എന്തായാലും ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു. രാവിലെ പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് കണ്ടു. തൻ്റെ നാടാണെന്ന് പോലും അറിയാതെ ഉത്സവത്തിന് വന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ വെച്ചും കണ്ടു. റോഷൻ അത് പറഞ്ഞപ്പോൾ അനു അവനെ തന്നെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് അനുവും റോഷനും അവിടെ നിന്ന് സംസാരിക്കുന്നത് സ്മൃതി കാണുന്നത്. സ്മൃതി അപ്പോൾ ഒരു സംശയത്തോടെ അവർക്കരികിലേക്ക് വന്നു. ആരാ അനു ഇത്? സ്മൃതി അനുവിനെ നോക്കി, ഒപ്പം റോഷനെയും. അത് ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, രാവിലെ എനിക്കിത് വാങ്ങി തന്ന. അനുവിന് റോഷനെ എങ്ങനെ സ്മൃതിക്ക് പരിചയപ്പെടുത്തണമെന്ന് അറിയില്ലായിരുന്നു. ഓ, മനസ്സിലായി, ആ ചേട്ടനാണോ ഇത്? സ്മൃതി റോഷനെ നോക്കി ചിരിച്ചു. അതെ, അനു പറഞ്ഞു. താനിതപ്പോഴേക്കും കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ? റോഷൻ അവളെ നോക്കി. പറഞ്ഞു, അനു ചെറുതായി ഒന്ന് തലയാട്ടി. എന്നാ ശരി, നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ നടക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോകും. ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ കണ്ടപ്പോൾ വന്ന് സംസാരിച്ചു എന്നേയുള്ളൂ. പെട്ടെന്ന് അവൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അനുവിന് വിഷമം പോലെ തോന്നി. എങ്കിലും അവൾ ചിരിച്ചുകൊണ്ട് റോഷനോട് തലയാട്ടി. കാറിൻ്റെ കീ കയ്യിൽ വെച്ചുകൊണ്ട് റോഷൻ തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്നാണ് സ്മൃതി അവനെ വിളിച്ചത്. ചേട്ടാ, ഒന്ന് നിൽക്കാമോ? പിറകിൽ നിന്ന് സ്മൃതിയുടെ വിളി കേട്ടപ്പോൾ റോഷൻ തിരിഞ്ഞു നോക്കി. സ്മൃതി എന്തിനാണ് അവനെ വിളിച്ചതെന്നറിയാതെ അനു അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താ സ്മൃതി? അനു അവളോട് ചോദിച്ചു. ഒന്നുമില്ല, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം, ഒരു 5 മിനിറ്റ്.
സ്മൃതി അത് പറഞ്ഞുകൊണ്ട് റോഷൻ അരികിലേക്ക് ചെന്നു. റോഷൻ കാര്യം എന്താണെന്നറിയാതെ സ്മൃതിയെ നോക്കി. ഞാൻ അവളുടെ ഫ്രണ്ടാ സ്മൃതി. അവൾ വരുമ്പോൾ ചേട്ടൻ ചെരുപ്പ് വാങ്ങിക്കൊടുത്തതൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പോൾ വല്ലാതെ സന്തോഷം തോന്നി. ചേട്ടൻ ആരാ എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും അവളുടെ മുഖത്ത് ചേട്ടൻ ചെയ്തതിൻ്റെ ആ സന്തോഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാ കുട്ടി ക്ലാസ്സിൽ പോകുമ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, റോഷൻ പറഞ്ഞു. ചേട്ടൻ അതങ്ങനെ ചെയ്തതാണെന്നറിയാം. എങ്കിലും അവൾക്കത് വലിയൊരു സഹായമായി. പാവമാണ് ചേട്ടാ. ചേട്ടൻ ആരാണെന്നോ എന്താണെന്നോ എവിടുത്തുകാരനാണെന്നോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും അത് ചെയ്യാനുള്ള മനസ്സുണ്ടായല്ലോ. അതുകൊണ്ട് തന്നെ ആള് നല്ലവനായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. സ്മൃതി അത് പറയുമ്പോൾ റോഷൻ കാര്യമറിയാതെ അവളെ നോക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇന്നത് വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് ചേട്ടനുണ്ടായ സ്ഥിതിക്ക് പറയുകയാണ്. കഴിയുമെങ്കിൽ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അവളുടെ വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ്. ഇന്നുകൂടെ എത്രയോ വഴക്ക് കേട്ട് വീട്ടിലെ പണി മുഴുവൻ എടുത്തിട്ടാ പാവൻ ഞങ്ങളോടൊപ്പം വന്നത്. സ്മൃതി അവനോട് അനുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റോഷൻ അതെല്ലാം അവിടെ നിന്നുകൊണ്ട് കേട്ടു. സ്മൃതി എന്താണ് പറയുന്നത് എന്ന് അനുവിനറിയില്ലായിരുന്നു. എങ്കിലും സ്മൃതി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് പോകാനും തോന്നിയില്ല. അവൾ ആ കമ്മല് കച്ചവടക്കാരൻ്റെ അരികിൽ തന്നെ നിന്ന് സ്മൃതിയെയും റോഷനെയും നോക്കുന്നുണ്ടായിരുന്നു. സ്മൃതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ റോഷൻ അനുവിനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നോക്കുകയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റോഷൻ ഒരു നിമിഷം അങ്ങനെ നിന്നു. ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല രാവിലെ, റോഷൻ പറഞ്ഞു. അറിയാം, പക്ഷെ അത് ചെയ്യാൻ മനസ്സുണ്ടായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്മൃതിയും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റോഷന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. ഞാനിപ്പോൾ വരാം. റോഷൻ അത് പറഞ്ഞ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ടവൽ എടുത്ത് കണ്ണ് തുടച്ചു. എന്നിട്ട് അനുവിനരികിലേക്ക് ചെന്നു. അനു അപ്പോൾ അവനെ തന്നെ നോക്കി. എന്താ സ്മൃതി, ആരാ ആ പയ്യൻ? രാഗിണിയേട്ടത്തി അപ്പോൾ സ്മൃതിയോട് ചോദിച്ചു. അതൊക്കെ പറയാം, അമ്മ ഇങ്ങോട്ട് പോര്, അവർ തമ്മിൽ ഒന്ന് സംസാരിക്കട്ടെ. സ്മൃതി അത് പറഞ്ഞ് അമ്മയുടെ കൈ പിടിച്ചു വെച്ചു. ആരാ അത്, ഏതാ അവൻ? നീ എന്നോട് പറ. രാഗിണിയേട്ടത്തി സ്മൃതിയോട് വീണ്ടും ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. അവൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അവർ ഒരു 5 മിനിറ്റ് സംസാരിക്കട്ടെ. അമ്മ ഇങ്ങ് വന്നേ, എനിക്കൊരു നല്ല മാല സെലക്ട് ചെയ്ത് തന്നേ. സ്മൃതി അത് പറഞ്ഞുകൊണ്ട് അമ്മയെ പിടിച്ച് കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി. റോഷനും അനുവും അപ്പോൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയായിരുന്നു. റോഷൻ അപ്പോൾ 2 കണ്ണുകൾ കൊണ്ടും അവളെ മനസ്സ് നിറയെ കാണുകയായിരുന്നു. അവള് സ്മൃതി എന്താ പറഞ്ഞത്? അനു കാര്യം എന്താണെന്നറിയാതെ റോഷനെ നോക്കി. പറയാം, നീ വന്നേ. റോഷൻ അവളുടെ കയ്യിൽ പിടിച്ചു. രാവിലെ കയ്യിൽ തട്ടി കൂട്ടിക്കൊണ്ടുപോയ പോലെയുള്ള ചെറിയ പിടുത്തം ആയിരുന്നില്ല അത്. അവളുടെ കയ്യിലേക്ക് അവൻ്റെ കൈ ചേർത്ത് മുറുക്കി പിടിച്ചുകൊണ്ടാണ് അവൻ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നത്.